കുടിച്ചു. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കുപ്പിയിലിട്ടു. മടി ഒരു കുട്ടിയെ നോക്കിയിട്ട് നീ കിളിയായിട്ട് പറന്നു പോട്ടെ എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യും? നമ്മൾ കിളിയായിട്ട് പറന്നു പോകും. നീ കുതിരയാവട്ടെ എന്ന് പറഞ്ഞാലോ കുതിരയായിട്ട് ചാടി ചാടി നടക്കും. കാലത്ത് ചിന്തൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഗ്രാമത്തിൽ നടന്ന കഥയാണ്. കുമ്മാട്ടി ഇങ്ങനെ ഉത്സവത്തിന്റെ സമയത്ത് ആ ഗ്രാമത്തിലേക്ക് വന്നു. ചിന്തനും കുട്ടികളും എല്ലാം ഈ കുമ്മാട്ടിയുടെ ചുറ്റും കളിക്കാൻ പോയി. കുമ്മാട്ടി ആ കുട്ടികൾക്കെല്ലാം ഓരോ മുഖംമൂടി കൊടുത്തു. ചിന്തന് കിട്ടിയത് പട്ടിയുടെ രൂപമാണ്. എന്നിട്ട് ഈ കുമ്മാട്ടി ഓരോ മന്ത്രമൊക്കെ ചൊല്ലി ഈ രൂപങ്ങളെല്ലാം ആ ജീവികളായിട്ട് മാറി. അങ്ങനെ ആ ജീവികളെ കാട്ടിലും ഇങ്ങനെ മൈതാനത്ത് കളിച്ച് നടക്കുന്ന സമയത്ത് ഈ പട്ടിയെ ആ നാട്ടിലെ വേറൊരു പട്ടി കണ്ടു. ആ പട്ടി കണ്ടതും ഈ ചിണ്ടൻ എന്ന് പറയുന്ന കുട്ടിയായ പട്ടിയും തമ്മില് ദേഷ്യമായി. ഈ ചിണ്ടൻ എന്ന് പറയുന്ന കുട്ടിയെ മറ്റേ പട്ടി ഓടിച്ചു. ഓടി ഈ ചിണ്ടൻ എന്ന് പറയുന്ന കുട്ടി പട്ടിയായി വേഷം മാറി വേറൊരു നാട്ടിച്ചു. അവിടെ ഒരു വീട്ടില് ഈ ചിണ്ടനെ ഊട്ടി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചിണ്ടൻ മാത്രം കാണാതെയായി. ബാക്കിയുള്ള കുട്ടികളെല്ലാം കുമ്മാട്ടി എന്ത് ചെയ്തു? കുട്ടികളാക്കി മാറ്റി. അവരെല്ലാം കളിച്ചു വെച്ചു. പക്ഷെ തങ്ങളുടെ കൂടെയുള്ള ചിന്തനെ കണ്ടോ? അവരെല്ലാം ചിന്തനെ അന്വേഷിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചിന്തൻ ഭക്ഷണമൊന്നും കഴിക്കാതെ ആ കൂട്ടിൽ മെരിയാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഈ പട്ടിയെ വളർത്തിയിട്ട് ഒന്നും ഒരു കാര്യമില്ല, ഇതിനെ അഴിച്ചു വിട്ടേക്കാമെന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ടു. അങ്ങനെ ആ ചിന്തൻ എന്ന് പറയുന്ന കുട്ടി സ്വന്തം വീട്ടിലേക്ക് വന്നു. പക്ഷെ സ്വന്തം വീട്ടിലുള്ളവർക്ക് മനസ്സിലായോ? ഇല്ല. എന്നാലും വീട്ടിൽ വന്ന് കയറിയ പട്ടിക്ക് തീറ്റയൊക്കെ കൊടുത്ത് അവരെ വളർത്തി വന്ന് തുറയിലൊക്കെ ഇട്ട് വളർത്തി. കുറെ നാള് കഴിഞ്ഞപ്പോൾ പണ്ട് പോയ ആ കുമ്മാട്ടി തിരിച്ചു. ആ കുമ്മാട്ടി വരുമ്പോ ഒരു പാട്ടുണ്ട് കേട്ടോ. ആരംഭത്തീരമ്പത്തൂരമ്പത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ പാടിക്കൊണ്ടാണ് വരുന്നത്. കുമ്മാട്ടി പാടുന്നത് കേട്ടപ്പം ഈ പട്ടിക്ക് സന്തോഷം. പട്ടി എന്ത് ചെയ്ത് കാണും? പട്ടി ചാടി ഓടി ഇന്ന് പോയി കുമ്മാട്ടിയുടെ അടുത്ത്. കുമ്മാട്ടി എന്ത് ചെയ്ത് കാണും? ആ പട്ടിയെ കെട്ടിപ്പിടിച്ചപ്പോ എന്ത് സംഭവിച്ചാണെന്ന് അറിയാമോ? അതാരായി മാറി? ചിന്തനായി മാറി. വീട്ടിലേക്ക് വന്നു. ചിന്തന് സന്തോഷമായി. ചിന്തൻ നോക്കിയപ്പോൾ ചിന്തന്റെ വീട്ടിലെ കോലായില് ഒരു കിളിക്കൂട്ടിട്ടുണ്ട്. ആ കിളിക്കകത്ത് ഒരു കിളിയെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചിന്തൻ എന്ത് ചെയ്ത് കാണും? കിളിയെ തുറന്നു വിട്ടാണ്. എന്തുകൊണ്ടായിരിക്കും ചിന്തൻ കിളിയെ തുറന്നു വിട്ടേ? അവൻ പട്ടിയായിരുന്നപ്പം കൂട്ടിക്കിടന്നപ്പം കൂട്ടിയിട്ട് വളരുന്നതിന്റെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ചിന്തൻ അറിയാം. നമ്മള് മറ്റു ജീവികളോട് സഹാനുഭൂതിയോടെ കഴിയണം. ഈ ഭൂമി, ഈ പ്രകൃതി മനുഷ്യർക്കും പ്രകൃതിക്കും എല്ലാം അനുഭവിക്കാനുള്ളതാണ് എന്ന് പറയുന്ന കാണാൻ ഇഷ്ടമാണോ? നമുക്കിവിടെ കാണാം. എന്നെ തൊട്ടിലമായി പിന്നെ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ നടന്നു. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ കുമ്മാട്ടി ആദ്യമായിട്ടങ്ങ് പോയി. കുമ്മാട്ടിക്ക് പരുന്തിനെ പോലെ പറക്കാനും മീനിനെ പോലെ നീന്താനും ഒക്കെ അറിയാം. നീ കൂട്ടുകാരുടെ കൂടെ പോയി കളിച്ചോട്ടോ. എടാ അനസ്, ഇനി നമുക്ക് മീനിനെയും പക്ഷികളെയും പിടിക്കണ്ട. അത് ശരിയാ. പക്ഷികളും പറവകളും പാറി നടക്കട്ടെ. ഇത് അവരുടെയും കൂടെ ലോകമാണ്. നമ്മുടെ ലോകം എത്ര സുന്ദരമാണ്.